ഈശോമിശിഹായിൽ സ്നേഹം നിറഞ്ഞവരെ, മംഗളവാർത്താക്കാലം 3-ാമത്തെ ആഴ്ചയിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. ഇന്ന് നമ്മൾ ധ്യാനിക്കുന്നത് സ്നാപക യോഹന്നാൻ്റെ ജനനത്തെക്കുറിച്ചാണ്. ലൂക്കാ സുവിശേഷം 1-ാം അധ്യായം 57 മുതൽ 66 വരെയുള്ള തിരുവചനങ്ങളാണ് ഇന്ന് നമ്മുടെ ധ്യാന വിഷയം. ഇന്നത്തെ സുവിശേഷത്തിൽ 58-ാമത്തെ വാക്യത്തിൽ ഇപ്രകാരമാണ് വചനം പറഞ്ഞു വയ്ക്കുന്നത്: കർത്താവ് അവളോട് വലിയ കാരുണ്യം കാണിച്ചു എന്ന് അറിഞ്ഞ് കൂടെയുള്ള എല്ലാവരും അവരോടൊത്ത് സന്തോഷിച്ചു. ഈ ഒപ്പം സന്തോഷിക്കാനായിട്ട് നമുക്ക് പറ്റുന്നുണ്ടോ എന്ന് ഈ നോമ്പ് കാലത്തിൽ നമുക്കൊന്ന് ചിന്തിക്കാം. ഒപ്പം സന്തോഷിക്കുക എന്ന് പറഞ്ഞാൽ 2 തരത്തിലാണത് സന്തോഷിക്കാൻ പറ്റുക. ഒന്നാമതായിട്ട് അവരോടൊപ്പം ആയിരിക്കുന്നതിൽ നമുക്ക് സന്തോഷിക്കാൻ പറ്റണം. നമ്മൾ ഈ നോമ്പ് കാലത്തിലൊക്കെ ആയിരിക്കുമ്പോൾ നമ്മളൊന്ന് ചിന്തിക്കേണ്ട ഒരു കാര്യം, വചനം മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചു എന്ന് യോഹന്നാൻ്റെ സുവിശേഷം 1-ാം അധ്യായം 14-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. ദൈവം നമ്മോടൊപ്പമായിരിക്കുന്നതിൽ സന്തോഷം കണ്ടെത്തിയവനാണ്. അതുകൊണ്ടാണ് ഈശോ അപ്പമാകാൻ തയ്യാറായത്. ഇത് ദൈവത്തിൻ്റെ ഒരു സവിശേഷതയാണ്, ഒപ്പമായിരിക്കുന്നതിൽ സന്തോഷം കണ്ടെത്തുക. ഈ നോമ്പ് കാലത്തിൽ ഈശോയുടെ ജനനത്തിന് വേണ്ടി നമ്മൾ ഒരുങ്ങുമ്പോൾ കർത്താവിൻ്റെ അരികിൽ ഇരിക്കാനായിട്ട്, ഈശോയോടൊപ്പം ചെലവഴിക്കാനായിട്ട് എനിക്ക് ഒരു സന്തോഷമുള്ള കാര്യമായിട്ട് അത് മാറുന്നുണ്ട്. കുറച്ച് നേരം വിശുദ്ധ കുർബാനയ്ക്ക് വേണ്ടി എൻ്റെ തിരക്കുള്ള ജീവിതത്തിൽ കുറച്ച് സമയമൊന്ന് മാറ്റിവെക്കാൻ, സക്രാരിയിൽ ഈശോയുടെ മുമ്പിൽ കുറച്ച് നേരം ഒന്ന് ഇരിക്കാനായിട്ട്, പ്രാർത്ഥിക്കാനായിട്ട്, കുടുംബത്തോടൊപ്പം പ്രാർത്ഥിക്കാനായിട്ട്, ദൈവത്തെ സ്തുതിക്കാനായിട്ട് അതിലെനിക്കൊരു സന്തോഷം കണ്ടെത്താൻ പറ്റുന്നുണ്ടോ? എൻ്റെ ജീവിതത്തിലെ തിരക്കുകൾക്കിടയിലും കുറച്ച് സമയം എൻ്റെ ഈശോയുടെ അരികിൽ ചെന്നിരുന്ന് ഈശോയോടൊന്ന് പ്രാർത്ഥിക്കാൻ, വിശേഷങ്ങൾ പങ്കുവയ്ക്കാനൊക്കെ ഒരു സന്തോഷം എൻ്റെ മനസ്സിലുണ്ടോ എന്ന് നമ്മളൊന്ന് ചിന്തിക്കണം. അതുപോലെ തന്നെ പ്രധാനപ്പെട്ടതാണ് ഇവിടെ കുടുംബത്തോടൊപ്പമായിരിക്കുന്നതിൽ നമുക്കൊരു സന്തോഷമുണ്ടോ? മാതാപിതാക്കളോടൊപ്പം സമയം ചെലവഴിക്കുന്നത്. ചിലപ്പോൾ നമ്മൾ പറയുന്ന കാര്യങ്ങളൊന്നും അവർക്ക് മനസ്സിലാവണമെന്നൊന്നുമില്ല. അവർ പറയുന്ന ചില കാര്യങ്ങൾ നമുക്ക് ചിലപ്പോൾ ദേഷ്യമൊക്കെ തോന്നും. പക്ഷേ അതെല്ലാം നമ്മൾ ത്യാഗത്തോടു കൂടെ ഈ ഒപ്പമായിരിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ത്യാഗം സഹിക്കാനായിട്ട് നമുക്ക് പറ്റുന്നുണ്ടോ? പഴയ നിയമത്തിൽ അബ്രാഹവും ലോത്തും അവർ ഈജിപ്തിൽ നിന്ന് നെഗേമിൽ എത്തിക്കഴിഞ്ഞപ്പോൾ, സമ്പത്ത് വർദ്ധിച്ച് ഒരുപാടായി കഴിഞ്ഞപ്പോൾ ഒരു പരസ്പരം പിരിയാൻ തീരുമാനിക്കുകയാണ്. ഒരു തീരുമാനത്തിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഇവർ ഒരുമിച്ചായി കഴിഞ്ഞാൽ ഇത് കലഹമാകുമെന്ന് അവർക്കറിയാമായിരുന്നു. അപ്പോൾ അബ്രാഹാം ത്യാഗത്തോടു കൂടി ലോത്തിനോട് പറയുന്നുണ്ട്, നിനക്ക് ഇഷ്ടമുള്ളത്, വലതുവശമാണ് നിനക്ക് ഇഷ്ടമെങ്കിൽ വലതുവശം കൊടുക്കാം, ഇടതുവശമാണ് നിനക്ക് ഇഷ്ടമെങ്കിൽ ഇടതുവശം കൊടുക്കാം. ആ ഒപ്പമായിരിക്കാനുള്ളൊരു ത്യാഗം എടുക്കാനായിട്ട് അബ്രാഹാം തയ്യാറായി. ഇതുപോലെ നമ്മുടെ മാതാപിതാക്കളോടൊപ്പമായിരിക്കാൻ, നമ്മുടെ കുടുംബത്തോടൊപ്പമായിരിക്കാൻ, ജീവിത പങ്കാളിയോടൊപ്പമായിരിക്കാൻ, മക്കളോടൊപ്പമായിരിക്കാൻ, നമ്മുടെ സഹോദരങ്ങളോടൊപ്പം ചെലവഴിക്കാൻ കുറച്ച് സമയം എൻ്റെ തിരക്കുകൾക്കിടയിൽ എൻ്റെ സ്വാർത്ഥതകളൊക്കെ മാറ്റിവെച്ചുകൊണ്ട് ഈ ഒപ്പമായിരിക്കാനായിട്ട് മാറ്റിവെക്കാൻ എനിക്ക് സാധിക്കുമോ എന്ന് നമുക്കൊന്ന് ആത്മശോധന ചെയ്യാം. രണ്ടാമതായിട്ട്, ഒപ്പമായിരിക്കുക എന്നാൽ ഒപ്പം സന്തോഷിക്കുക എന്നതിൻ്റെ മറ്റൊരർത്ഥം, മറ്റുള്ളവരുടെ ഉയർച്ചയിൽ എനിക്ക് സന്തോഷം കണ്ടെത്താൻ പറ്റുന്നുണ്ടോ? സക്രിയായിക്കും എലിസബത്തിനും ദൈവം വലിയൊരു അനുഗ്രഹം കൊടുത്തു കഴിഞ്ഞപ്പോൾ ചുറ്റുമുള്ള എല്ലാവരും അവരുടെ അനുഗ്രഹം ഞങ്ങളുടെ അനുഗ്രഹമായി കണ്ട് അവരോടൊപ്പം സന്തോഷിച്ചതുപോലെ നമ്മുടെ സമൂഹത്തിൽ ഉയർച്ചകൾ ഉണ്ടാകുമ്പോൾ നമ്മുടെ സഹോദരന്മാർക്കായിരിക്കാം, നമ്മുടെ അയൽവാസികൾക്കായിരിക്കാം, നമ്മുടെ കൂടെയുള്ളവർക്കായിരിക്കാം, നമ്മുടെ പരിചയമുള്ളവർക്കായിരിക്കാം, ചിലപ്പോഴൊക്കെ നമ്മളൊരു അഭിനന്ദനങ്ങളൊക്കെ അവർ കൊടുക്കാറുണ്ട്. പക്ഷെ ആത്മാർത്ഥമായിട്ട് അവർക്കുണ്ടായിരുന്ന നേട്ടം എൻ്റെ നേട്ടമായിട്ട് കണ്ടുകൊണ്ട് അവരിൽ അഭിമാനിക്കാനായിട്ട്, ആ നേട്ടത്തിൽ സന്തോഷിച്ചുകൊണ്ട് ദൈവത്തിന് നന്ദി പറയാനായിട്ട് നമുക്ക് സാധിക്കുന്നുണ്ടോ എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. മറ്റുള്ളവരോടൊരു അസൂയയില്ലാതെ. അത് ഈശോയുടെ ഒരു പ്രത്യേകതയായിരുന്നു. ഈശോ തൻ്റെ പ്രിയപ്പെട്ട ശിഷ്യന്മാരെ സുവിശേഷം പ്രഘോഷിക്കാൻ അയച്ച് അവർ പിശാചുകളെയൊക്കെ പുറത്താക്കി തിരികെ വന്നപ്പോൾ ഈശോ അവരോടൊപ്പം സന്തോഷിച്ചു. അതുപോലെ തന്നെ ഈശോ അവരോട് പറയുന്നുണ്ട്, നിങ്ങൾ എൻ്റെ നാമത്തിൽ വിശ്വസിച്ചാൽ ഞാൻ ചെയ്തതിനേക്കാൾ വലിയ കാര്യങ്ങൾ ചെയ്യാനായിട്ട് നിങ്ങൾക്ക് സാധിക്കും. ഈശോ ഒരിക്കലും ശിഷ്യന്മാർക്ക് തന്നേക്കാൾ ചെറുതാകണമെന്നൊന്നും വിചാരിച്ചിട്ടില്ല. തന്നേക്കാൾ കൂടുതൽ ചെയ്യാനുള്ള ഒരു കൃപയാണ് ഈശോ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ടിരുന്നത്. ഇത് ഈശോയുടെ ഒരു പ്രത്യേകതയാണ്. ഈ നോമ്പുകാലത്തിൽ ഈ ഒരു പ്രത്യേകത കൂടി നമുക്ക് സ്വന്തമാക്കാം. നമ്മുടെ കൂടെയുള്ളവരുടെ വിജയത്തിൽ സന്തോഷിക്കാനായിട്ട്, അവർ നേടുന്ന വിജയങ്ങൾ എൻ്റെ വിജയമായി കണ്ടുകൊണ്ട് ആത്മാർത്ഥമായിട്ട് സന്തോഷിക്കാൻ, അവരുടെ കുറവുകളിൽ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ, പ്രാർത്ഥന കൊണ്ട് അവരെ ഒന്ന് സഹായിക്കാൻ ഈ നോമ്പുകാലം സഹായിക്കട്ടെ. സക്രിയ എലിസബത്തിനെ ദൈവം അനുഗ്രഹിച്ചതുപോലെ അവിടുത്തെ കാരുണ്യം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.
നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.